Hey dears, welcome to Soya Designs. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ സിറ്റി ഏരിയാസിലൊക്കെ ഓൾട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുമല്ലോ. നമ്മൾ ഡ്രസ്സൊക്കെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് ഓരോ ഓൾട്രേഷനും ഓരോ ടൈപ്പ് ഓൾട്രേഷനും എത്രയാണ് റേറ്റ് എന്നുള്ളതാണ്. അതും 2025 വന്നിട്ടുള്ള പുതുക്കിയ സ്റ്റിച്ചിങ് റേറ്റ് ആണ് കേട്ടോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു എൻ്റെ ഇൻസ്റ്റാഗ്രാം ID സായ ഡിസൈൻസ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അതെന്തായാലും ഞാൻ ചെക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റേറ്റ് ഞാൻ വാങ്ങിക്കുന്ന റേറ്റ് അല്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള കാര്യമാണ്, ഞാൻ വാങ്ങിക്കുന്ന റേറ്റ് അല്ല. നമ്മൾ അന്വേഷിച്ചിട്ട് നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള റേറ്റ്, അവർ ഈ ഒരു റേറ്റാണ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും കൂടിയ റേറ്റ് നോക്കിയിട്ടാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. കാരണം അത്രയും റേറ്റ് വരെ വാങ്ങിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. 2025 റേറ്റാണ് ഞാനീ പറയുന്നത്. അതായത് പുതുക്കിയ റേറ്റാണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തേക്കാളും റേറ്റിൽ പുതുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഫുൾ സർക്കിൾ സ്കേർട്ടിൽ തുടങ്ങാം. 170 രൂപയാണ് ഫുൾ സർക്കിൾ സ്കേർട്ട് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അതായത് അതിൻ്റെ താഴ്ഭാഗമൊക്കെ ഇറക്കം കുറച്ചിട്ട് ഫോൾഡ് ചെയ്തൊക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ, അത് അത്യാവശ്യം ചടങ്ങുള്ളൊരു പണി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് 170 രൂപ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാനീ പറയുന്നത് ഓൾട്ടർ ചെയ്യാനായിട്ടുള്ള റേറ്റാണ്, സ്റ്റിച്ചിങ് ചാർജ് അല്ല. നേരത്തെ ഒരു കൺഫ്യൂഷൻ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ആരാണ് ഡ്രസ്സ് തയ്ച്ച് കൊടുക്കുക എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇത് തയ്ച്ച് കൊടുക്കുന്ന റേറ്റ് അല്ല, ഓൾട്ടർ ചെയ്യുന്ന റേറ്റാണ് കേട്ടോ. അടുത്തത് നമ്മൾ ആലിയ കട്ടിൻ്റെ ഷേപ്പ് ചെയ്യാനുള്ള റേറ്റാണ് പറയുന്നത്. 130 രൂപയാണ് ആലിയ കട്ടിൻ്റെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ചുരിദാർ, നമ്മുടെ സാധാ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 120 രൂപ വരെ സിറ്റി ഏരിയാസിൽ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. സാധാ ചുരിദാർ മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതിൻ്റെ പാൻറ്റൊന്നും വരുന്നില്ല. ഇനി അടുത്തത് നൈറ്റിയാണ്. നൈറ്റി ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പീസാണ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 70 രൂപയാണ് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സാരി ഫോളാണ് കേട്ടോ. സാരി ഫോള് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 170 രൂപയാണ് റേറ്റ് വാങ്ങിക്കുന്നത്. വില്ലേജ് ഏരിയാസിൽ ഇതിലും വളരെ തുച്ഛമായ രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വീടുകളിലൊക്കെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർ അത്യാവശ്യം റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് കൂട്ടി വാങ്ങിക്കണം എന്നല്ല പറയുന്നത്, ഒരുപാട് കുറയ്ക്കുകയും ചെയ്യരുത്. അത് മറ്റുള്ള സ്റ്റിച്ചിങ് ചെയ്യുന്നവരെയും ബാധിക്കും കേട്ടോ. ഓക്കെ, ഇനി പോക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 190 രൂപയാണ് സിറ്റി ഏരിയാസിൽ വാങ്ങിക്കുന്നത്. നമ്മൾ പാൻറ്റിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സിനൊക്കെ പോക്കറ്റ് എക്സ്ട്രാ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റേറ്റാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. പിന്നെ സാരിയുടെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് 100 രൂപയാണ് വരുന്നത്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റിച്ചൊക്കെ ചെയ്ത് പെർഫെക്റ്റ് ആക്കി സാരിയൊക്കെ നിങ്ങൾ പറയുന്ന രീതിയിലാക്കി തരില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റാണ് പറയുന്നത്. 100 രൂപയാണ് അതിന് വരുന്നത്. ഇനി അടുത്തത് ലെക്റ്റാൻ വെക്കാൻ വേണ്ടിയിട്ടാണ്, ഡോറി അറ്റാച്ച് ചെയ്യില്ലേ, അപ്പോൾ അതിൻ്റെ റേറ്റാണ്. സാധാരണയായിട്ടുള്ള ഒരു ഡോറിയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അത്യാവശ്യം വർക്കും കാര്യങ്ങളും ഒന്നുമില്ല. സാധാരണ ഒരു ഡോറി അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 110 രൂപയാണ് എമൗണ്ട് വരുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ കൂടുതൽ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ടും അതേപോലെ തന്നെ വർക്ക് കൂടുമ്പോഴും റേറ്റ് മാറും. ഇനി അടുത്തത് ഷോളിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 100 രൂപ മുതലാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ എക്സ്ട്രാ ലേസ് കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് ചേഞ്ച് ആവുന്നതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ലേസ് അവർ തന്നെയാണ് വാങ്ങി വെക്കുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ പൈസയും കൂടെ നമ്മൾ ആഡ് ആകുമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ റേറ്റിന് വ്യത്യാസം വരും. പിന്നെ ചെയ്യുന്ന വർക്കിനനുസരിച്ചിട്ട് മാറ്റം വരും. പിന്നെ അംബ്രല്ല സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 90 രൂപയാണ്. അതായത് ഓൾട്ടർ ചെയ്യാനുള്ള റേറ്റാണ് കേട്ടോ. ഞാൻ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഓൾട്രേഷൻ്റെ ആണ്. 90 രൂപയാണ് ഓൾട്ടർ ചെയ്യാനായിട്ട് റേറ്റ് വരുന്നത്. പാനൽ കട്ട് ഷേപ്പ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ 240 രൂപയാണ് സ്റ്റാർട്ടിങ് സിറ്റി ഏരിയാസിൽ വരുന്നത്. വേറൊന്നും കൊണ്ടല്ല, പാനൽ കട്ട് ടോപ്പൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്കേർട്ടാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഷേപ്പിംഗ് എന്ന് പറയുമ്പോൾ ഓരോ പാനലും എടുത്തെടുത്താണ് നമ്മൾ ഷേപ്പ് ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്ക് സാധാരണ ഡ്രസ്സൊക്കെ ഷേപ്പ് ചെയ്യുന്നത് പോലെ പാനൽ കട്ട് ഒരിക്കലും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതില്ല. അപ്പോൾ അതിൻ്റെ ഓൾട്ടർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ പാനലും എടുത്ത് അഴിച്ച് അത് കറക്റ്റ് ആക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിലെന്തെങ്കിലും ഓൾട്രേഷനും കാര്യങ്ങളും വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്, തയ്ക്കുന്നവർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമുക്ക് ഇത്രയും റേറ്റ് പാനൽ കട്ടിന് മാത്രം വരുന്നത്. മറ്റു ഡ്രസ്സുകൾക്കൊന്നും ഇത്രയും ഒരു ഷേപ്പിന് ചാർജ് വരത്തില്ല. പാനൽ കട്ടിന് ഇങ്ങനെ ഒരു കാര്യമുള്ളത് കൊണ്ടാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. ഇനി നെക്കിൻ്റെ ഓൾട്രേഷനാണ്. നെക്കിൻ്റെ ഓൾട്രേഷന് 170 രൂപയാണ് വരുന്നത്. നെക്കിലും നമ്മൾ അത്യാവശ്യം ഓൾട്ടർ ചെയ്യുമ്പോൾ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നെക്കിൻ്റെ ഓൾട്രേഷൻ ചാർജ് 170, 160 വരെ ഒക്കെ വരുന്നുണ്ട്. സിറ്റി ഏരിയാസിലെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. വില്ലേജ് ഏരിയാസിൻ്റെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിൻ്റെയും ഈ ഒരു ഓർഡറിൽ തന്നെ
അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർ കണ്ടു നോക്കേ. ഇനി അടുത്തത് പാൻറ്റിൻ്റെ ലെങ്ത് കറക്ഷനാണ് കേട്ടോ. പാൻറ്റിൻ്റെ ലെങ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 100 രൂപയാണ്. അത് നമുക്ക് പാൻറ്റ് ലെങ്ത് കട്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തൊക്കെ നമുക്ക് ചെയ്യേണ്ടതാണ്. 100 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ളത്, പാൻറ്റിൻ്റെയൊക്കെ മെറ്റീരിയൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് റേറ്റും ചേഞ്ച് ആകും കേട്ടോ. നോർമൽ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ള റേറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ ജീൻസിന് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ പാൻറ്റിൻ്റെ മെറ്റീരിയൽ അനുസരിച്ച് മാറ്റം വരും. ഇനി അടുത്തത് സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 90 രൂപയാണ് നോർമലായിട്ടുള്ള സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നത് കേട്ടോ. സാധാ സിബിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇൻവിസിബിൾ സിബിൻ്റെ കാര്യമാണ്. ഇൻവിസിബിൾ സിബ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഇൻവിസിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് അനുസരിച്ചിട്ടാണ് റേറ്റിൽ ചേഞ്ച് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സ്ലീവ് ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഏത് സ്ലീവ് ആയാലും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അത് സ്ലീവിൻ്റെ വെറൈറ്റി അനുസരിച്ചിട്ട് റേറ്റിന് മാറ്റം വരത്തില്ല കേട്ടോ. ജോയിൻ ചെയ്യിക്കാനുള്ള റേറ്റ് 80 രൂപ തന്നെ ആയിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സ്ലീവിൻ്റെ ലെങ്ത് കറക്ഷനാണ് കേട്ടോ. ലെങ്ത് കറക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ്ത് കുറച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 90 രൂപയാണ് വരുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മടക്കി ഫോൾഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് വരുന്നുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് കറക്ഷന് 90 രൂപയാണ് വരുന്നത്. ക്രോപ്പ് ടോപ്പിൻ്റെ ഓൾട്രേഷന് വേണ്ടിയിട്ട് 100 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. നമ്മുടെ സാധാ സ്കേർട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന ക്രോപ്പ് ടോപ്പ് ഉണ്ടല്ലോ, അതിൻ്റെയാണ് പറയുന്നത്. 100 രൂപയാണ് ക്രോപ്പ് ടോപ്പിൻ്റെ ഓൾട്രേഷൻ റേറ്റ് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്ലിറ്റ് കറക്ഷനാണ് കേട്ടോ. നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പൊക്കെ ചെയ്യില്ല, അതിൻ്റെ സ്ലിറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആക്കി എടുക്കാൻ വേണ്ടി 100 രൂപയാണ് റേറ്റ് വരുന്നത്. സ്ലിറ്റ് എന്നുള്ളത് നമ്മൾ അത്രയും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് സ്ലിറ്റ് കറക്ഷന് വേണ്ടിയിട്ട് വരുന്നത്. ടോപ്പിൻ്റെയൊക്കെ ലെങ്ത്, അതായത് ചുരിദാർ ടോപ്പിൻ്റെ പോലത്തെ അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പിൻ്റെയൊക്കെ ലെങ്ത് കറക്ഷന് വേണ്ടിയിട്ട് 80 രൂപയാണ് റേറ്റ് വാങ്ങിക്കുന്നത് കേട്ടോ. അത് കട്ട് ചെയ്യുക, ഫോൾഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ലെങ്ത് കറക്ഷനിൽ വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 90 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. പാൻറ്റിനും സ്കേർട്ടിനൊക്കെ ആയിട്ട് നമ്മൾ എക്സ്ട്രാ ഇലാസ്റ്റിക്കൊക്കെ അറ്റാച്ച് ചെയ്യുമല്ലോ, അതിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ ചിലർക്ക് ഡൗട്ടുള്ള കാര്യമാണ് ഇലാസ്റ്റിക് വാങ്ങി കൊടുത്തിട്ടുള്ളതാണോ കൊടുക്കാതെയുള്ള റേറ്റ് ആണോ ഇതെന്നുള്ളത്. കൊടുക്കാതെയുള്ളതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഷർട്ട് ഷേപ്പ് ചെയ്യാനുള്ള റേറ്റാണ്. മെൻസിൻ്റെയൊക്കെ ഷർട്ട് ഷേപ്പ് ചെയ്യുക എന്നുള്ളത് സീമൊക്കെ നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് 120 രൂപയാണ് ഷർട്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഓൾട്രേഷൻ ഷോൾഡർ കറക്ഷനാണ് കേട്ടോ. ഷോൾഡറിൻ്റെ പ്രോബ്ലംസൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഓൾട്രേഷൻ്റെ വീഡിയോസ് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ഇതിലേതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മളതും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരുപാടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ തന്നെ റിപ്ലൈ തരാവേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ്, ഫാബ്രിക് കാൽക്കുലേഷൻസ്, അതേപോലെ സൈസ് ചാർട്ടൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.